അശ്വമലയാളത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ഈ വീഡിയോ കാണുന്ന പുതിയ എല്ലാ വ്യക്തികൾക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. ഞാൻ മധുസൂദന പണിക്കർ, അകത്തേത്ര കളരിക്കൽ, പാലക്കാട്. 2024 പുതുവർഷത്തിൽ എല്ലാ കുംഭരാശിക്കാർക്കും എല്ലാ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും ദൈവാനുഗ്രഹം ഉണ്ടാവാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്തൊക്കെയാണ് ഈ വർഷം നമുക്ക് കാത്തിരിക്കുന്ന ഗുണദോഷങ്ങൾ എന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. ജനറലായിട്ട് ഫലങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വിശദമായിട്ട് കാര്യങ്ങൾക്ക് ജാതക പരിശോധനയൊക്കെ ചെയ്ത് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഈ ചാനൽ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. ഈ ചാനലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിലും വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോയും വിശദാംശങ്ങൾ ചാനൽ മെയിൻ പേജിൽ കയറി പ്ലേലിസ്റ്റ് സെർച്ച് ചെയ്യുന്ന വർഷം തീർച്ചയായിട്ടും എല്ലാ വീഡിയോയും നമുക്ക് കാണാവുന്നതാണ്. വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ വീഡിയോ തരത്തിൽ നമ്മൾ ചെയ്തു വരുന്നത്. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാവരും സമയമെടുത്ത് തന്നെ കാണാനെ കൂടി ശ്രമിക്കണം എന്ന് അഭിപ്രായപ്പെടുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കിടക്കാം. കുംഭൻ രാശിക്കാർക്ക് 2024 വർഷാരംഭത്തിൽ നല്ല സ്ഥാനമാനങ്ങളും പദവികളും അലങ്കരിക്കാനുള്ള സാധ്യതകൾ കാണുന്നു. കർമ്മരംഗത്ത് നല്ല അഭിവൃദ്ധിയും സാമ്പത്തിക അഭിവൃദ്ധിയും അധിക ചെലവുകൾ വരാനുള്ള സാധ്യതകളും ചെറിയ വിഷമതകളൊക്കെ ഉണ്ടെങ്കിലും അത് പരിഹരിക്കപ്പെട്ട് മുന്നോട്ട് പോവുകയും അതുപോലെ തന്നെ പുതുവർഷത്തിൽ നമ്മൾ പല കാര്യങ്ങളും പദ്ധതികളൊക്കെ രൂപീകരിക്കാനുള്ള സാധ്യതകൾ സൂചിപ്പിക്കുന്നു. കഷ്ടതകളും ദുരിതങ്ങളും ഒക്കെ അല്പം വർദ്ധിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ നമുക്ക് വരും. കാരണം ഏഴരശനിയിൽ ജന്മശനി നടക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. അപ്പോൾ കൂടുതൽ നമുക്ക് പ്രാർത്ഥനകളും വഴിപാടുകളും ധർമ്മകാര്യങ്ങളും നമ്മൾ ഈ സമയത്ത് ചെയ്യേണ്ടതുണ്ട്. കാരണം നമ്മുടെ പൂർവ്വജന്മത്തിലെ ചില കർമ്മദോഷങ്ങളൊക്കെ ഈ സമയത്ത് ഏഴരശനിയുടെ രൂപത്തിൽ നമ്മളെ ബാധിക്കുന്നത് കൊണ്ട് അല്പം ഭാരം വർദ്ധിക്കും എന്നുള്ള ഒരു സൂചന നമുക്ക് തരുന്നുണ്ട്. എങ്കിലും അത് പ്രാർത്ഥനയോടെയും ജപസാധനയോടെയും അനുഷ്ഠാനങ്ങളോടെയും ധർമ്മകാര്യ പ്രവർത്തനങ്ങളോടും മാറ്റിയെടുക്കാനെ കൊണ്ട് സാധിക്കും. ചിലർക്ക് തലവേദന, കണ്ണിന് അസുഖങ്ങൾ, ഇതൊക്കെ ശ്രദ്ധിക്കണം. സന്ധിവേദനകൾ വരാനുള്ള സാധ്യത പ്രത്യേകിച്ച് പറയുന്നു. അപ്പോൾ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ഒരു ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോവുക. പോഷകാഹാരങ്ങളൊക്കെ കഴിക്കുക. ഇടയ്ക്ക് എല്ലാവരും ജനറൽ ചെക്കപ്പ് ഒക്കെ നടത്തി വേണ്ടതായിട്ടുള്ള നമുക്ക് വേണ്ട സപ്ലിമെന്റ്സ് ഒക്കെ ആരംഭിച്ച് മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഒരു സ്വാതന്ത്ര്യം എടുക്കാനുള്ള സാധ്യത ഈ വർഷം കാണുന്നു. നമ്മളെ ഒരു പിടിച്ചു കെട്ടിയതായിട്ടുള്ള അവസ്ഥയിൽ നിന്നൊരു മാറ്റം വരാനും പല കാര്യങ്ങളും നമുക്ക് പ്ലാൻ ചെയ്യാനും പല നിർത്തിവെച്ച പല കാര്യങ്ങളും നമുക്ക് തുടങ്ങാനുള്ളതായിട്ടുള്ള ഒരു ആത്മവിശ്വാസം കൈവരിക്കാനും ഒക്കെ സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ നേരത്തെ അസുഖങ്ങളോ മറ്റു കാര്യങ്ങളോ ഉള്ളവർക്ക് ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കും. ചികിത്സകളൊക്കെ ഫലത്തിന് വരും എന്നുള്ള സാഹചര്യം സൂചിപ്പിക്കുന്നു. വ്യവഹാരങ്ങൾക്ക് ഒത്തുതീർപ്പുണ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നേരത്തെ എന്തെങ്കിലും വ്യവഹാരങ്ങളോ സ്ഥലത്തിന്റെ തർക്കങ്ങളോ കൂട്ടങ്ങളോ ഭൂമി സംബന്ധിക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ കർമ്മരംഗത്ത് എന്തെങ്കിലും ചില വ്യവഹാരങ്ങളോ ഒക്കെ നേരിടുന്നതായിട്ടുള്ള വ്യക്തികൾക്ക് അതിന്ന് ഒരു നല്ല പോസിറ്റീവായിട്ട് അനുഭവങ്ങൾ നമുക്ക് ഈ വർഷം ഉണ്ടാവും എന്ന് സൂചിപ്പിക്കുന്നു. പരിശ്രമങ്ങൾ വിജയിക്കും. വ്യവഹാരങ്ങളിൽ വിജയമുണ്ടാവും. അതുപോലെ കുടുംബത്തിൽ ഉള്ള കഷ്ടതകളും മനക്ലേശങ്ങളും ഒക്കെ അകന്നു കിട്ടുകയും ഗുരുജനങ്ങൾക്കുള്ള അരിഷ്ടതകൾ നീങ്ങുകയും പ്രത്യേകിച്ച് അച്ഛനുള്ളതായിട്ടുള്ള ഗ്രഹപ്പിഴകളൊക്കെ നീങ്ങിക്കിട്ടും എന്നുള്ള സൂചന തരുന്നു. അതുപോലെ മനസ്സിന് സന്തോഷമുണ്ടാകുന്ന പല അനുഭവങ്ങളും നമുക്ക് ഈ വർഷം വന്നു ചേരും എന്ന് പറയുന്നുണ്ട്. എങ്കിലും ശത്രുക്കളെ തലപൊക്കും എന്ന് സൂചിപ്പിക്കുന്നു. പ്രവൃത്തി മണ്ഡലത്തിൽ ശത്രുത വർദ്ധിക്കും. അസൂയവാഹമായിട്ടുള്ള പല പ്രവൃത്തികളും ഉണ്ടാവും. ശത്രുക്കൾ നമ്മളെ പല കാര്യങ്ങളിലും തടസ്സപ്പെടുത്തുന്നതായിട്ട് ചില സാഹചര്യങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നല്ല ശ്രദ്ധയും കരുതലും വേണം. പ്രാർത്ഥനകൾ വേണം. അതിലേക്ക് നല്ല രീതിയിൽ മറികടക്കണം. ആരുമായിട്ടും വല്ലാതെ നമ്മൾ അഭിപ്രായ ഭിന്നതകൾക്കോ അല്ലെങ്കിൽ കലഹങ്ങൾക്കോ വാദപ്രതിവാദങ്ങൾക്കോ നിൽക്കുന്നത് അത്രയ്ക്ക് നല്ലതല്ല ഈ വർഷം എന്ന് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ബന്ധുവർഗങ്ങളും അനാവശ്യമായിട്ട് നമ്മളിൽ നിന്നും അകലുന്ന ഒരു സ്ഥിതിവിശേഷങ്ങളോ അല്ലെങ്കിൽ ബന്ധുക്കളുമായിട്ട് നമുക്ക് അങ്ങനെ ചേർന്ന് പോകാൻ പറ്റാത്ത ചില സ്ഥിതിവിശേഷങ്ങളൊക്കെ ഈ വർഷം വരാം. പൊതുവെ ഒരു ഏകാന്തത അനുഭവിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളും നമുക്ക് വേണ്ട സപ്പോർട്ടുകൾ വേണ്ട സ്ഥലത്തു നിന്നും നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ള ചില മനോവിഷമങ്ങളും ഒക്കെ ഉണ്ടാവും. സഹായികൾ വിട്ടു നിൽക്കുന്നതായിട്ട് അവസ്ഥകളും സഹായികൾ മുഖാന്തരം അല്ലെങ്കിൽ സഹോദര തുല്യമായിട്ട് വ്യക്തികൾ മുഖാന്തരം ചില മനക്ലേശങ്ങൾ വരാം. അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് എന്തെങ്കിലും അരിഷ്ടതകൾ ഈ സമയത്ത് വരാം. അവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും കൂടുതൽ
ഈ വർഷം എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാവും എന്ന് സൂചിപ്പിക്കുന്നു. ചെലവുകൾ നിയന്ത്രിക്കണം എന്ന് പറയുന്നു. കാര്യവിജയം ഉണ്ടാവും. അതുപോലെ തന്നെ പ്രതീക്ഷിക്കാത്ത പല വഹകളും വാങ്ങിക്കാനും ക്രയവിക്രയങ്ങളൊക്കെ നടക്കാനും ഗൃഹനിർമ്മാണങ്ങൾക്കും ഈ വർഷം സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. അതുപോലെ ആരോഗ്യകാര്യങ്ങളിൽ എപ്പോഴും ശ്രദ്ധ വേണം. വ്യായാമങ്ങളൊക്കെ ചെയ്യും, പോഷകാഹാരങ്ങളൊക്കെ കഴിച്ച് മുന്നോട്ട് പോകണം. അഗ്നിഭയം സൂക്ഷിക്കണം, ചെറിയ അപകടങ്ങളും സൂക്ഷിക്കണം എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ചിലർക്ക് ചെറിയ സർജറി ഒക്കെ കടന്നു പോകാം. കാരണം കേതു 8-ൽ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ചെറിയ അപകടങ്ങൾ, സർജറി, സന്ധിവേദന, ഉദര സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ, കാലുകൾക്ക് എന്തെങ്കിലും ദീനങ്ങൾ, വ്രണങ്ങൾ അതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് തക്കതായിട്ട് ചികിത്സാ കാര്യങ്ങൾ ചെയ്ത് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. നാഗാരാധന ഈ വർഷം നല്ലവണ്ണം ചെയ്യണം. ശനിദോഷ പരിഹാരങ്ങൾ നല്ലവണ്ണം ചെയ്യണം എന്ന് സൂചിപ്പിക്കുന്നു. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉന്നതമായിട്ടുള്ള ഒരു രാജയോഗമാണ് കാത്തിരിക്കുന്നത് ഈ വർഷം എന്ന് സൂചിപ്പിക്കുന്നു. വലിയ അംഗീകാരങ്ങൾ തേടി വരും. ഇതുവരെ നമുക്ക് ലഭിക്കാത്ത സ്ഥാനമാനങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതകൾ സൂചിപ്പിക്കുന്നു. രാജപദവികൾ അലങ്കരിക്കും എന്ന് പ്രത്യേകിച്ച് പറയുന്നു. എല്ലാത്തിലും ഒരു ലീഡ് ചെയ്യാനുള്ളതായിട്ട് കഴിവുകളും ഈ സമുദായ സംഘടനകളായിട്ട് ബന്ധപ്പെട്ടും രാഷ്ട്രീയ സാമൂഹ്യ സേവന രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ നല്ല ഉന്നതി ഉണ്ടാവാൻ സാധ്യത പ്രത്യേകിച്ച് പറയുന്നു. കാരണം ശനി ജന്മത്തിൽ സഞ്ചരിക്കുന്നത് രാജയോഗത്തോട് വിട്ടാണ്. അപ്പോൾ നല്ല കാര്യങ്ങൾ നടക്കാനുള്ള ഒരു സാധ്യത പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റാത്ത പല കാര്യങ്ങൾ ഏറ്റെടുത്ത് നമ്മൾ പാതി നിൽക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ, കൺസ്ട്രക്ഷൻ മുതലായിട്ടുള്ള കാര്യങ്ങൾ, അല്ല മറ്റെന്തെങ്കിലും സംരംഭങ്ങൾ ആരംഭിച്ചത് പ്ലാനുകൾ നമുക്ക് മാറ്റിവെക്കേണ്ടതായിട്ട് സാഹചര്യം ഉണ്ടായതൊക്കെ ഈ വർഷം അതൊക്കെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത പ്രത്യേകിച്ച് പറയുന്നു. വിവാഹമംഗളകർമ്മങ്ങൾ അല്പം വൈകുമെങ്കിലും നമുക്ക് ക്രമേണ നടക്കാനുള്ള സാധ്യത പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ജാതകങ്ങൾ പരിശോധിച്ച് ഒരു നല്ല സമയ സന്ദർഭങ്ങൾ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. പ്രത്യേകിച്ച് വിവാഹമംഗളകർമ്മങ്ങൾ നടത്തുമ്പോൾ നല്ലവണ്ണം ജാതക പരിശോധന കൂടി നടത്തി കാലദോഷ വൃത്തിക്കുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ എന്നുള്ള സൂചന നമുക്ക് തരുന്നുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എങ്കിലും ചെറിയ ചെറിയ അസ്വാരസ്യങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. പല വിട്ടുവീഴ്ചകൾക്കും നമ്മൾ തയ്യാറായി മുന്നോട്ട് പോകണം എന്നുള്ള സൂചനയും നമുക്ക് ലഭിക്കുന്നു. എങ്കിലും പൊതുവെയുള്ള ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാവും. സൽസന്താനപ്രാപ്തി നമുക്ക് പറയുന്നുണ്ട്. ഐക്യം, സമാധാനം ഇതൊക്കെ ക്രമേണ നമുക്ക് വന്നു ചേരും. ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള എല്ലാ സാധ്യതയും ഈ വർഷമുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. ദൂരദേശ യാത്രകൾ വരാം, ഗവൺമെൻറ് തലത്തിലുള്ളതായിട്ട് അംഗീകാരങ്ങൾ വരാം. വിദേശ യാത്രയ്ക്ക് പുറപ്പെടുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് പുറപ്പെടുന്നവർക്ക് ഏറ്റവും നല്ല കാലഘട്ടമാണ്. എല്ലാത്തിനും നമുക്കൊരു ദൈവാനുഗ്രഹം ഉണ്ടാവും എന്ന് സൂചിപ്പിക്കുന്നു. അതുപോലെ പല പ്രതീക്ഷകളും നമുക്ക് അസ്ഥാനത്തായ അല്ലെങ്കിൽ മങ്ങിയ ഒരു അവസ്ഥയിൽ നിന്നും പല രീതിയിൽ നമുക്ക് പല കാര്യങ്ങളും മാറ്റം വരുത്താൻ സാധിക്കുന്നത് കൊണ്ട് ഒരു ആത്മവിശ്വാസം, അതുപോലെ തന്നെ മടി, അലസത മുതലായിട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കി മുന്നോട്ട് പോകാനെ കൊണ്ട് സാധിക്കും. മടി, അലസത മാറ്റി എടുക്കേണ്ടതുണ്ട് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യാത്രകളൊക്കെ അല്പം ശ്രദ്ധയോടുകൂടി അല്പം വേഗത കുറച്ച് മുന്നോട്ട് പോവുക. മറ്റ് അപവാദങ്ങളോ മറ്റു കാര്യങ്ങളിലോ അപമാനങ്ങളോ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏഴരശനിയൊക്കെ നടക്കുന്നത് കൊണ്ട് എന്തെങ്കിലും നമ്മുടെ വാക്കോ പ്രവൃത്തികളോ ഒക്കെ മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഗുരുജനങ്ങളുടെ ആരോഗ്യസ്ഥിതി കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അവരെ പരിപാലിക്കണം എന്ന് സൂചിപ്പിക്കുന്നു. നമ്മുടേതായിട്ടുള്ള ആരോഗ്യ കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. പോഷകാഹാര കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടണം. അതുപോലെ കൂടുതൽ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമായിട്ടൊരു കാര്യമായിട്ടാണ് സൂചിപ്പിക്കുന്നത്. എങ്കിൽ മാത്രമാണ് ഈ കർമ്മദോഷങ്ങളും ഏഴരശനിയുടേതായിട്ടുള്ള ആ ഒരു കാലദോഷങ്ങളൊക്കെ നമ്മളൊന്നും വിട്ടകൽന്ന് പോവുകയുള്ളൂ. അപ്പം എല്ലാവരും ശനിയാഴ്ച ദിവസങ്ങൾ വ്രതം അനുഷ്ഠിക്കുക. വ്യാഴാഴ്ചയ്ക്ക് പ്രാധാന്യം എടുത്തുകൊണ്ട് മഹാവിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുന്നത് നല്ലതാണ്. നാഗാരാധന നല്ലതാണ്. കുടുംബ പരദേവതയെ ആരാധിക്കണം. പിതൃതർപ്പണങ്ങൾ അതാത് സമയത്ത് നമ്മൾ ചെയ്ത് മുന്നോട്ട് പോവുകയും നിത്യ ജപാനുഷ്ഠാനങ്ങൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. സഹസ്രനാമങ്ങൾ കൂടുതൽ ഗുണം ചെയ്യും. അതുപോലെ തന്നെ ഇമോഷണലി നമ്മൾ ബാലൻസ്ഡ് ആവാൻ ശ്രമിക്കണം. പല രീതിയിലുള്ള ഈ മനക്ലേശങ്ങൾ, പ്രത്യേകിച്ച് ആദി വ്യാധി ഒക്കെ കൂടുന്ന ഒരു സമയം കൂടി ഉണ്ട് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കുക. അവരവരുടെ ജാതകങ്ങളൊക്കെ പരിശോധിക്കുക. ഇപ്പം കടന്നു പോകുന്ന ഈ ദശാപഹാര ചിത്രങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാനെ കൊണ്ട് ശ്രമിക്കുക. അപ്പം അതിന് വേണ്ടതായിട്ടുള്ള പ്രതിവിധികളൊക്കെ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകുന്നതും നന്നായിരിക്കും. ഇപ്പോൾ പൊതുവേ നമുക്ക് ഏറെക്കുറെ നമുക്ക് ദോഷകരമായിട്ടുള്ള ഒരു വർഷമല്ല കാത്തിരിക്കുന്നത് എന്ന് നമുക്ക് കരുതാം. എല്ലാത്തിനും നമുക്കൊരു ദൈവാനുഗ്രഹമുണ്ട് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ പൊതുഫലം ആയിട്ട് വർഷഫലത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ കുംഭരാശിക്കാർക്കും
ഈ അറിവുകൾ തീർച്ചയായിട്ടും ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കട്ടെ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ബന്ധുമിത്രാദികൾക്ക് ഷെയർ ചെയ്യാനും പ്രത്യേകിച്ച് മറക്കരുത്. ഈ ചാനലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ കാണുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. എല്ലാവർക്കും ഈ വർഷം ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും ദൈവാനുഗ്രഹം ഉണ്ടാവാൻ ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണും വരയ്ക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം.